പക്ഷെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, വയനാട് ദുരന്തത്തിന് ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ വകയായിട്ട് 10 വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന് സർക്കാരിനോട് നമ്മൾ സമ്മതിച്ചിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ജനുവരി 1-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഒരു മീറ്റിങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ പൈസയും കളക്ട് ചെയ്ത് ആ നിർമ്മാണങ്ങളെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുമെന്നാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുമ്പോൾ 1200 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് സൊസൈറ്റി നിർമ്മിച്ച് കൊടുക്കുന്നത് 30 ലക്ഷം രൂപയ്ക്കാണ്. കരാറുകാരായ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ 1200 സ്ക്വയർ ഫീറ്റ് ഒന്നിന് 1700 രൂപ വെച്ച് കൂട്ടിയാലും 20,40,000 രൂപയാകത്തുള്ളൂ. അപ്പോൾ ഈ സമയത്തും ഊരാളുങ്ങനെ വഴിവിട്ട് സഹായിക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗത്ത് അതിനെ ശക്തമായി നമ്മൾ എതിർക്കും. എ ക്ലാസ് ലൈസൻസ് തൊട്ട് ഡി ക്ലാസ് ലൈസൻസ് ഉള്ള കരാറുകാരാണ് നമ്മുടെ ഈ അസോസിയേഷനിലുള്ളത്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പൈസ സ്വരൂപിച്ച് അവർക്ക് ഈ റേറ്റിന് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന അജണ്ട നമ്മുടെ നാളെ അവിടുത്തെ മീറ്റിങ്ങിൽ തീരുമാനിക്കും. പ്രധാനമായിട്ട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. ബാക്കി ഓരോരുത്തർ പറയും. ഇതിനകത്ത് ഇതുകൊണ്ട് വളരെ നമുക്ക് ഈ പറഞ്ഞ ഊരാളുങ്കലിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഗവൺമെൻറ് കോടികളുടെ വർക്ക് പാക്കേജായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ കരാറുകാരെല്ലാം വർക്കില്ലാതെ ഈ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ്. സമയത്ത് പൈസ കിട്ടുന്നില്ല. BDS സംവിധാനം ഏർപ്പെടുത്തി കരാറുകാർ പലിശയ്ക്കെടുത്ത് പണി ചെയ്ത് ബില്ല് മാറിക്കഴിയുമ്പോൾ വീണ്ടും BDS ആയിട്ട് പലിശയ്ക്ക് സർക്കാർ ബാങ്കുകൾക്ക് പലിശ കൊടുത്തുകൊണ്ട് 6 മാസത്തേക്ക് കരാറുകാർ ബാങ്കിൽ നിന്നും പൈസ എടുക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. ഇത് പലതവണ നമ്മൾ ഗവൺമെൻറ്റിനോടും മിനിസ്റ്റർമാരോടും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും അതിനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മെറ്റീരിയലുകളുടെ ദൗർലഭ്യം. ഇന്ന് നമുക്ക് ക്വാളിറ്റിയുള്ള മണൽ എംസാൻഡ് നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ മണൽ കോരാൻ ഇന്ന് ഗവൺമെൻറ് ഒരു സംവിധാനവുമില്ല. നമ്മുടെ നദികളിലാണെങ്കിൽ കോടിക്കണക്കിന് ലോഡ് മണൽ കോരുന്നതിനുള്ള മണൽ സ്റ്റോറേജ് ഇടമുണ്ട്. നമ്മുടെ ഡാമുകളിൽ നദികളിൽ എല്ലാം ആവശ്യത്തിലധികം കോരി മാറ്റിയാൽ ഒരുപക്ഷെ വലിയ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുള്ളൊരു സംവിധാനം വരെ ഡാമുകളിൽ നിന്ന് ഈ മണൽ മാറ്റണേ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള മണൽ മാറ്റാൻ ഇതിനെ തയ്യാറാകാത്ത എന്തെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഈ കോറി മാഫിയകളെ സഹായിക്കുന്നതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എവിടെയൊക്കെയോ ആരൊക്കെയോ ഇവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മണൽ വാരുന്നതിന് വലിയ തടസ്സങ്ങൾ നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡാമുകാർ, ഇറിഗേഷൻകാർ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ, ചിലത് ഡാമിൻ്റെ ഇറിഗേഷൻകാരാണെങ്കിൽ അവരതിന് സംവിധാനം ഒരുക്കി വരുമ്പോൾ ഫോറസ്റ്റുകാരതിന് കെണിവെക്കും. ഫോറസ്റ്റുകാർ റെഡിയായി വരുമ്പോൾ റവന്യൂക്കാർ അതിന് തടസ്സം പറയും. ഇങ്ങനെ 3-4 ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്ന് ഈ ഡാമുകളിലെ മണൽ കോരുന്നതിന് ആരെങ്കിലും ഒരാൾ തടസ്സം നിൽക്കുകയാണ്. ഇതെല്ലാം മാഫിയകളുടെ, ഈ കോറി മാഫിയകൾ, വലിയ ക്രഷർ മാഫിയകൾ കൂടി ചേർന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ രാഷ്ട്രീയ പിടിപാടോടുകൂടി ആയിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത് യഥേഷ്ടം കൊടുക്കാം, നമുക്ക് ക്വാളിറ്റിയുള്ള സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് അതാണ്. പിന്നുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഞ്ചായത്തിലെല്ലാം വർക്കണ ഇപ്പോൾ ഓൺലൈൻ മെഷർമെൻറ്റുകളാണ്. ഇതൊരു കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയാൽ ഫൗണ്ടേഷൻ്റെ കോളത്തിൻ്റെ മെഷർമെൻ്റ് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പണി കെട്ടിടം വാർത്ത് കഴിയും. അപ്പോഴത്തേക്കായിരിക്കും ഇവർ സൈറ്റിൽ ഓൺലൈനായി മറ്റേ മെഷർമെൻ്റ് ഇടുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ ബില്ല് മാറാൻ വീണ്ടും 3-4 മാസം ആ രീതിയിൽ ഇവർ മെഷർമെൻ്റ് ഇട്ട് വരുന്നതിനുള്ള കാലതാമസം ഉണ്ടാകുന്നു. LSTDയിലൊക്കെ ഇപ്പോൾ പല എമാരും ഇപ്പോൾ 110 എഞ്ചിനീയർമാർ പുതുതായി നിയമനം കിട്ടിയിട്ട് അവരത് കളഞ്ഞ് ഉപേക്ഷിച്ച് മറ്റ് പ്രൈവറ്റ് മേഖലയിലും മറ്റ് കമ്പനികളിലുമൊക്കെ ആയിട്ട് പോയ സ്ഥിതിയാണ്.
ഓവർ ലോഡാണ് അവർക്ക് ഇപ്പോൾ LSTDയിലുള്ളത്. ഇതിനും ഗവൺമെൻറ് ഒരു അടിയന്തര സംവിധാനം ഉടനെ ഉണ്ടാക്കിയില്ലെങ്കിൽ LSTDയിലെ കരാറുകാർക്കും ഉദ്യോഗസ്ഥർ തന്നെ ഇത് കളഞ്ഞിട്ട് പോകുന്ന അവസ്ഥയാണെന്ന് നിലവിലുള്ളത്. വേറൊന്ന് പറയാനുള്ളത്, നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതിന് A ക്ലാസ് ലൈസൻസ് പുതുക്കുന്നതിന് 2 ലക്ഷം രൂപയായിരുന്നത് ഒറ്റയടിക്ക് അത് 6 ലക്ഷം രൂപയാക്കി. B ക്ലാസ് അതുപോലെ 3 ലക്ഷം രൂപയാക്കി. 50,000 1 ലക്ഷം രൂപയായിരുന്നത്. പാവപ്പെട്ട C ക്ലാസ്സുകാരന് 50,000 രൂപയായിരുന്നു ലൈസൻസ് പുതുക്കുന്നതിനുള്ള തുക. അതിപ്പോൾ 1.5 ലക്ഷം രൂപയാക്കി. അതുപോലെ തന്നെ ഇവർക്ക് ലൈസൻസ് പുതുക്കുന്നതിന് കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ബാങ്കുകാരെല്ലാം അതിനൊരു നിശ്ചിത ഫീസും മറ്റും നമ്മളിൽ നിന്ന് ഈടാക്കുന്നു. ഇതുപോലെ കരാറുകാരെ വളരെയധികം ദ്രോഹിക്കുന്ന നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാകുന്നത്. ഇതെല്ലാം നമ്മുടെ സംസ്ഥാന കൺവെൻഷനിൽ ഇതെല്ലാം വലിയ ചർച്ചയാകും. ഇത്തരം വാർത്തകളെല്ലാം ഇത് മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പത്രമാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുകൂടിയുള്ള സഹായങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും ജില്ല പ്രിയമുള്ള പത്രമാധ്യമ പ്രവർത്തകരെ, ഇന്ന് ഞങ്ങൾ കരാറുകാർ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇന്ന് ഒരു വർക്ക് മാന്യമായി മര്യാദയ്ക്ക് ചെയ്ത് അതിൻ്റെ തുക കിട്ടാതെ വലയുന്ന അനേകം കരാറുകാർ ഈ മേഖല തന്നെ വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. ഈ കരാറുകാരുടെ എണ്ണം എല്ലാ ജില്ലകളിലും ഗണ്യമായി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നിലവിലുള്ള കരാറുകാർക്ക് പോലും ഇന്ന് സാമ്പത്തികമായി പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല. കരാറുകാർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് ഗവൺമെൻറ് കൊടുക്കാനുള്ള ഈ അവസരങ്ങളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു എസ്റ്റിമേറ്റും ഒരു മാനദണ്ഡവുമില്ലാതെ 750 കോടി രൂപയ്ക്ക് വയനാട് ആ പാവത്തുങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന തുക എടുത്ത് ഒരു മാനദണ്ഡവുമില്ലാതെയാണ് ഗവൺമെൻറ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് ഗവൺമെൻറ് കടക്കണിയിലാകുന്ന ഈ അവസരത്തിലും ഇതേപോലെയുള്ള പ്രവൃത്തികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിങ്ങൾ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ ഇത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഞങ്ങളെപ്പോലെയുള്ള കടക്കണ്ണിയിലായ കരാറുകാരുടെ രക്ഷയ്ക്കായി വേണ്ടി നിന്ന് പ്രവർത്തിക്കണം. ഇത് ഒരു വലിയ അഭ്യർത്ഥനയായി നിങ്ങൾ മാനിക്കണം. അതേപോലെ തന്നെ ഏകദേശം 18ഓളം വരുന്ന ഒരു മെമ്മോറാണ്ടം ഞങ്ങളിവിടെ തയ്യാറാക്കി എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും ഇത് വായിച്ചൊന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നിങ്ങളിൽ നിന്നുണ്ടാകും എന്ന് തീർത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒട്ടേറെ ദീർഘിപ്പിക്കുന്നില്ല. മറ്റന്നാൾ നടക്കുന്ന സംസ്ഥാന കൺവെൻഷനിൽ ഈ വിഷയങ്ങൾ മൊത്തം ചർച്ചയാകും, ഒരു സംശയം വേണ്ട. ഏകദേശം ഓരോ ജില്ലയിലും ഞങ്ങൾ ഓരോ വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ കരാർ മേഖലയിലുള്ള സുഹൃത്തുക്കൾ കരാർ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ കടക്കണിയിലായ കരാറുകാരുടെ കയ്യിൽ നിന്ന് എല്ലാ പൈസ പിരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ച് അമിതമായ ഒരു വലിയ ഒരു അഴിമതിയിലേക്ക് പോകുന്ന ഒരു തരത്തിൽ ഞങ്ങൾ കാശ് അവരിൽ എത്തിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ 10 വീട് വയ്ക്കുവാനുള്ള സ്ഥലം ഞങ്ങൾക്ക് വയനാട് തന്നാൽ ഞങ്ങൾ ഈ 10 വീട് അവിടെ വെച്ച് കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിനെ ഞങ്ങൾ അറിയിച്ചിരുന്നതാണ്. അപ്പോഴാണ് 2 ദിവസത്തിന് മുമ്പ് നടന്ന ഒരു കമ്മിറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാശുകളെല്ലാം മേടിച്ചങ്ങ് അവരുടെ കൊടുക്കാൻ പറയുന്നത്. ഞങ്ങളും കരാർ മേഖലയിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങൾക്കും ഈ വീട് വയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതിനൊരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ചിലവാകുമെന്നും ഒക്കെ വളരെ വിശദമായി തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം. ഈ ഒരു വലിയ അഴിമതിയിൽ ഞങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധം അറിയിക്കുകയാണ്. നിങ്ങളത് ഒരു വാർത്തയാക്കി തന്നെ മാറ്റണം. ഞങ്ങളിതെല്ലാം വളരെ അധികം നല്ല രീതിയിൽ മറ്റന്നാൾ ചർച്ചയിൽ കരാറുകാർ വരും. നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു താങ്ങായി നിൽക്കുന്ന കരാറുകാർ കടക്കെണ്ണിയിലാക്കി ഈ മേഖലയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നയം വളരെയധികം മോശമാണ്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പ്രതിഷേധം ഞങ്ങൾക്ക് വേണ്ടി അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ
ബൈജുവും കൂടി സംസാരിക്കും. ഞാൻ ആൾക്കല്ല ഗവൺമെൻറ് കോൺട്രാക്ട് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഇപ്പോഴും വർക്കുകൾ ചെയ്യുന്ന 2018 റേറ്റിലാണ്. ഇപ്പോൾ ഏതാണ്ട് ജനുവരി മാസമായി 2027 വർഷം പുറകിലോട്ടുള്ള റേറ്റിലാണ് ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിരന്തരം സമരങ്ങൾ നടത്തുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളെ ഒരു ക്ഷേമനിധി, ഒരു കുടുംബസഹായ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കരാറുകാരനായ ജയപാൽ കടയ്ക്കൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ 10 ലക്ഷം രൂപ നാളെ തിങ്കളാഴ്ച നടക്കുന്ന കൺവെൻഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മാതാവിന് കൊടുക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജില്ലാ സെക്രട്ടറി ദിലീപ്. ഞാൻ ജില്ലാ സെക്രട്ടറി ദിലീപ്. ഇപ്പം കാര്യങ്ങൾ പറയാനുള്ള എല്ലാം നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ MLA ADS എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. 6 മാസമായിട്ടും അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. MLA മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ പേയ്മെൻറ്റ് അപ്പോൾ ചെയ്ത 1 മാസം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ പേയ്മെൻറ്റ്. നമ്മൾക്കത് കിട്ടുന്നില്ല. പഞ്ചായത്തിലായാലും PWDയിലായാലും ബിൽഡിങ്സിലായാലും അതിനെതിരെ ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഏതാണ്ട് 1 കൊല്ലത്തോളം പണി ചെയ്തതിന് ശേഷമാണ് ഈ 6 മാസം കഴിഞ്ഞാൽ അവർ ബില്ല് എഴുതുന്നതും പേയ്മെൻറ്റ് കിട്ടുന്നതും. അപ്പോൾ 6 മാസമായിട്ടും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതിനും ഒരു പരിഹാരം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സംഘടനയുണ്ട്. ആൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് എന്നുള്ള സംഘടന എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉള്ളതാണ്. നേരെ മറിച്ച് വേറൊരു സംഘടനയുണ്ട്, ഫെഡറേഷൻ. അത് CPMന് പ്രതിനിധാനം ചെയ്യുന്നതാണ്. അസോസിയേഷൻ ഒന്നേ ഉള്ളൂ. നമ്മൾ 12,000-ഓളം ഉണ്ട് കേരളം മൊത്തം. എല്ലാ ജില്ലയിലും സ്വന്തമായിട്ട് ഓഫീസും സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ അല്ലല്ല 6-7 കൊല്ലമായി. അതിന് മുന്നേ നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് അതിന് മുന്നേ ജോയി ആയിരുന്നു. ജോയി MLA ആയിരുന്നു. ആ ജോയിക്ക് മുന്നേ സുരേന്ദ്രപിള്ളയായിരുന്നു. സുരേന്ദ്രപിള്ളയ്ക്ക് മുന്നേ MM ഹസനായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നമുക്കുണ്ട്. നമ്മുടെ ഈ സംഘടനയിൽ എല്ലാവരും ഉണ്ട്. നമ്മളെ കിടങ്ങൂർ ഗോരക്ഷമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. മറ്റേ വർഗീസ് വൈദ്യനായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്താണ് കിടങ്ങൂർ ഗോരക്ഷമുള്ള. അത് കഴിഞ്ഞാണ് MM ഹസൻ വന്നത്. BC കാണത്തില്ല, BMA കാണത്തുള്ളൂ. ചിലപ്പോൾ BC കാണത്തില്ല. MLA ചിലതുണ്ടോ? BC കാണത്തില്ല. BC ഇല്ലാതെ എല്ലാ മെറ്റലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരുന്ന സാധനമുണ്ട്, ഒറ്റ ലെയറായിട്ട്. ഈ നമ്മൾ NHലൊക്കെയാണ് ആദ്യം BM ചെയ്തിട്ട് ചിപ്സ് ഇട്ടിട്ട് ഒരു BC ചെയ്യുന്നത്. അതാണ് ക്ലീൻ ഫിനിഷിങ് വരുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടാണ്. അതുകൊണ്ട് ഉണ്ട് 5 വർഷമുണ്ട്, 2 വർഷമുണ്ട്, 1.5 കൊല്ലമുണ്ട്. പല വർക്കിനും പല കാലാവധിയാണ്. ചെറിയ പഞ്ചായത്ത് റോഡിനൊക്കെ 1 വർഷമാണ് കാലാവധി. നാച്ചുറൽ വർക്കാണ്. BMBC റോഡൊക്കെ 5 കൊല്ലം. BMBC ചെയ്യുന്ന റോഡുകൾ 5 വർഷം. ഇപ്പോഴേ 20 ജിപ്പിംഗ് കാർപ്പറ്റ് ഇട്ടിട്ട് അതിനകത്ത് 40-50 ടണ്ണുള്ള ലോറി കയറുമ്പോഴത്തേക്ക് റോഡ് അതിന്റെ അടിക്കിടുന്ന GST ആയാലും വെറ്റ്മിക്സ് ആയാലും
അത് മതിയായ കനത്തിലും ഒക്കെ ഇട്ട് റോഡിൻ്റെ ബേസ് അതിൻ്റെതായ രീതിയിൽ പിന്നെ ബലപ്പെടുത്തിയാൽ മാത്രമേ അതിൻ്റെ മേളിൽ ഉപയോഗിക്കുന്ന ടാറിങ് ഈ പറയുന്ന രീതിയിൽ നിൽക്കത്തുള്ളൂ. ഇപ്പോഴും ഈ ചെറിയ ചെറിയ ഗ്രാമപഞ്ചായത്തുകളിലുള്ള റോഡുകൾ ഇപ്പോഴും ചെറിയ കനത്തിൽ ഇതൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ റോഡ് കുടിക്കുന്നതിനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. സൈഡ് ആ അല്ല, അത് വീതിയുള്ള റോഡിനെ വരൂ. ഇപ്പോൾ ചെയ്യുന്ന വർക്കിനൊക്കെ അതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അവിടെ 2 വരി വീതം വന്നിട്ട് സൈഡ് സർവീസ് റോഡുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലോക്കറ്റായിട്ടുള്ളവർക്ക് ആ സർവീസ് റോഡിൽ കൂടെ പോകാം. ഈ നേരെ വരുന്നതിൽ അതിലൂടെ ഉണ്ടാ. പിന്നെ വാക്ക് വേറെയുണ്ട്. നമ്മളെല്ലാത്തിനകത്ത് അത് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 കോടി രൂപ അനുവദിച്ചിട്ട് 1 കോടി രൂപ റോഡിൻ്റെ മെറ്റലിങ്ങും ടാറിങ്ങും ഉള്ളെങ്കിൽ പിന്നെ സൈഡിന് പൈസ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിനും കൂടി കണ്ടെത്തുന്ന ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൈഡ് കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് അവരത് തയ്യാറാക്കുന്നത്, എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. പൈസ കിട്ടുന്നില്ല. ഒരു വർഷത്തോളം പെൻഡിങ്. ഒരു വർഷവും ഒരു ഓവർഡ്രാഫ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു കരാറുകാരനാണെങ്കിൽ ഈ 1 വർഷത്തെ പലിശ കൂടി ഈ കരാറുകാരൻ കൊടുക്കണം. അത് മാത്രമല്ല, ഒരു 6 മാസം കഴിയുമ്പോൾ BDS അനുവദിക്കും. BDSന് നമ്മൾ പലിശ കൊടുക്കും. ഞാൻ 30 ലക്ഷം രൂപ അങ്ങനെ BDS ആയിട്ട് ഒരാൾ പറയും. 1 വർഷം കഴിഞ്ഞാണ് പേയ്മെന്റ് വന്നത് BDS ആയിട്ട്. അത് BDS ആണ്, ബാങ്ക് ഡിസ്കൗണ്ട്. അത് 10% ഇൻട്രസ്റ്റിന് ബാങ്കുകാർ തരും, 5% ഗവൺമെന്റ് ഇൻട്രസ്റ്റ് കൊടുക്കും, 5% കരാർ നമ്മളെ നിന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് 5% ഇൻട്രസ്റ്റിനാണ് ഈ 1 വർഷം കഴിഞ്ഞിട്ട് പേയ്മെന്റ് വരുന്നത്. അത് 6 മാസം കഴിയുമ്പോൾ കൊടുക്കാന്നുള്ള പ്രോമിസറി നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, എഗ്രിമെന്റ് അടിസ്ഥാനത്തിലാണ് ബാങ്കുകാർ പൈസ തരുന്നത്. അത് കറക്റ്റ് 6 മാസം ആകുമ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 5% പൈസ വീണ്ടും ശരിക്കും 1.5 വർഷത്തോളം ആകും നമ്മുടെ പേയ്മെന്റ് ഫുള്ള് കിട്ടി വരുമ്പോഴത്തേക്ക്. ഇതിൽ 6 മാസം 5% ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളേ ഉള്ളൂ. ബാക്കി നമ്മൾ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കുന്ന കോടിയൊക്കെ എടുക്കുന്ന പൈസ ഫുള്ള് ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റും. അതിപ്പോഴും നിലവിൽ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം മാത്രം പഞ്ചായത്തിന്റെ വർക്കുകൾ ഒരു 25 ലക്ഷം രൂപ വരെ ഉള്ളത് ഇപ്പോൾ ബാങ്ക് ട്രഷറി നിയന്ത്രണം ഇല്ല. കഴിഞ്ഞ മാസം ഡിസംബർ വരെ ഏകദേശം 15 വരെ അതുണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസം കൊണ്ട് 25 ലക്ഷം വരെ ഉള്ളതിന് ബാനില്ല. മറ്റേ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലൊന്നും മാറില്ല. ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്ലാനുണ്ട്. പണി തീർത്താൽ 5 ദിവസത്തിനകം ബാങ്കിൽ നിന്ന് ഈ കരാറുകാർക്ക് പൈസ കൊടുക്കും. പണി തീർത്താൽ 5 ദിവസത്തിനകം ബാങ്കിൽ നിന്ന് കരാറുകാരന് പൈസ കൊടുത്തിട്ട് ഇതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ സർക്കാർ പൈസ ബാങ്കിന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത് കരാറുകാരന് ഏറ്റവും വലിയ പ്രയോജനപ്പെടുന്ന ഒരു സംഭവം. കാരണം ബാങ്കും ഗവൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധമാണ്. വാട്ടർ അതോറിറ്റി അതാണ് തന്നെ ജലജീവൻ മിഷന്റെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 50%, കേരള സർക്കാരിന് 50% വെച്ചൊരു ജലജീവൻ മിഷന്റെ ഒരു പദ്ധതി രൂപീകരിച്ചാണ്. ഈ പദ്ധതിയിൽ ഇന്ന് ഏകദേശം 1.5 കൊല്ലത്തോളമായി ഈ ജലജീവൻ മിഷന്റെ കരാറുകാരന് ഏകദേശം 4000 കോടി രൂപയോളം പിന്നില്ല. 4000 കോടി രൂപയോളം ഈ ജലജീവൻ മിഷൻ പണി ചെയ്ത കരാറുകാരൻ എല്ലാം കടക്കണില്ലായി. പൈസ കൊടുക്കുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ 50 കോടി രൂപ കൊടുത്താൽ അതേ വിഹിതം തന്നെ കേരള സർക്കാർ ഇടണം. അവസാനം വന്നപ്പോൾ കേരള സർക്കാർ ഇടാതെ വന്നു, കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കാതെ വന്നു. ഇപ്പൊ അതിനകത്ത് അവർ പിടിമുറുക്കി വെച്ചേക്കുക. ഇവര് വിഹിതം കൊടുത്താൽ മാത്രമേ അവർ വിഹിതം കൊടുക്കത്തോളം എന്നുള്ള കട്ടലറി സ്റ്റാൻഡ് എടുത്തത് കാരണം ഈ ചെയ്ത കരാറുകാരനെല്ലാം വഴിയാധാരമായി നിൽക്കുക. ഇപ്പോഴും ഏകദേശം 7000-8000 ബില്ലോളം പിന്നെ സീനിയാരിറ്റി ലിസ്റ്റ് ആയപ്പോഴും 3000 വരെയുള്ള കരാറുകാരനെ പൈസ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഏകദേശം 5000 ബില്ലിൽ 4000 കോടി രൂപയോളം പെൻഡിങ് ജലജീവൻ മിഷൻ മാത്രം. അതാണ് അവസ്ഥ. കരാറുകാരനെല്ലാം കടക്കണ്ണിയിലായി ഒരു വല്ലാത്ത കണ്ടീഷനിലായി പോയിരിക്കും. എന്താ ആ അതെ തീർച്ചയായിട്ടും. അതെ, ജനുവരി 1-ാം തീയതി പിന്നെ ബഹുമാനപ്പെട്ട CMന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലാണ് അത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അസോസിയേഷനാണ് എതിർത്തത്. അപ്പോൾ അത് ആലോചിച്ച് നമ്മൾ പറഞ്ഞു നമുക്ക് ഭൂമി തന്നാൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കും, നമ്മൾ പൈസ ആയിട്ട് തരത്തില്ല എന്ന് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അത് എന്നാൽ ആലോചിച്ചിട്ട് 4-ാം തീയതി മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് സാധ്യത വളരെ കുറവായിരിക്കും. കാര്യം ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്
1200 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കുന്ന ഒരു വീട്ടിന് എങ്ങനെയൊക്കെ ചിലവ് വന്നാലും ഒരു 1700 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാലും 20,40,000 രൂപ വരും. ഇവർക്ക് കൊടുക്കാൻ പോണത് 30 ലക്ഷം രൂപ വെച്ചാണ്. അവർ ടെൻഡറൊന്നുമില്ലല്ലോ, ഇവർക്ക് ടെൻഡറൊന്നുമില്ല, ഇവർക്ക് അങ്ങ് ഇഗ്രിന്റ് കൊടുക്കുകയല്ലേ. ഊരാളുങ്കലിന് ടെൻഡറേ ഇല്ല. അവരെ എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ഈ 30 ലക്ഷം രൂപ അവർ കൊടുത്തിരിക്കുന്നത്. അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യും. സൊസൈറ്റി, ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി. അതിലേ സാർ അതിൽ വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒക്കെ സർക്കാരിൻ്റെ പല രാഷ്ട്രീയക്കാരുണ്ട്. അതാണ് സംഭവം. ഇത് ഈ സർക്കാർ പോയാൽ അടുത്ത സർക്കാർ വന്നാലും അങ്ങനെ തന്നെ വരും. ബില്ലുകൾ വന്നാൽ അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കും. കഴിഞ്ഞ ഓണത്തിന് ഇത്രയും പ്രതിസന്ധി ഉണ്ടായിരുന്നു. നമുക്കൊക്കെ 5 ലക്ഷം ഉള്ള ബില്ല് പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ അവസരത്തിൽ 1000 കോടിയോളം രൂപ അവർക്ക് ചില വർക്കിന്റെ അഡ്വാൻസ് ഉൾപ്പെടെ കണക്കാക്കി ഗവൺമെന്റ് കൊടുക്കും. അത്രയും പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് ഊരാളുകളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്. അവർക്കുണ്ട്, നമുക്കുണ്ട്. ഒരു പാവപ്പെട്ട കരാറിന് എടുത്താലും അതിൻ്റെ പിന്നെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് ഉണ്ടെങ്കിലേ പാസ്സാവൂ. ഒരു കമ്പി ഉണ്ടെങ്കിൽ ആ കമ്പി കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. സിമൻറ്റ് ഉണ്ടെങ്കിൽ സിമൻറ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. താബൂക്ക് ഉണ്ടെങ്കിൽ അതും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ല ഊരാളുങ്കലിന് പ്രത്യേകമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ആ ക്വാളിറ്റി തന്നെയാണ്. അവരവരുടെ സ്വന്തം ലാബിലാണ്, നമ്മൾ ഗവൺമെൻറ് ലാബിലാണ്. ഇവിടെ TK കോളേജ് അപ്രൂവലാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ സമയം പരിധി കഴിഞ്ഞിട്ട് അടുത്ത ഒരെണ്ണത്തിന് ഇത്ര ശതമാനം, അതിന്റെ അടുത്ത പിന്നെ എക്സിബിഷന് അടുത്ത ഇത്ര ശതമാനം. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ച കൊണ്ട് നമുക്ക് വർക്ക് തീർക്കാൻ പറ്റാതായി പോയാലും ഒരു മാനദണ്ഡം ഇല്ലാതെ ഫൈനടിക്കുക എന്ന് പറഞ്ഞാൽ കരാറുകാരന് ഏതെല്ലാം രീതിയിൽ ലോയിൽ കിട്ടി ഈ പാവപ്പെട്ട കരാറുകാരെ ഒഴിവാക്കി ഒരു മൂലക്കിരുത്തി ഇതൊരു പ്രത്യേക കൈകളിൽ എത്തിക്കാനാണ് ഗവൺമെന്റ്. ഇതേ ഊരാളുങ്കൽ പോലുള്ള അവർക്ക് കൊടുത്താലേ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ഒരാളുടെ കൈകളിൽ എത്തിക്കാൻ പറ്റും. അതിന്റെ പുറകിൽ എന്താണെന്ന് പിന്നെ നമ്മൾ പറഞ്ഞു തരണ്ടല്ലോ ബാക്കിയുള്ള. നമ്മൾ മറ്റന്നാളത്തെ കൺവെൻഷന് എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ, ഒരു 300ഓളം പ്രതിനിധികൾ ആയിരിക്കും പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിൽ വെച്ച് അങ്ങോട്ടത്തേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിച്ചൊന്ന് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ ന്യൂസ് ഒരു സ്റ്റേറ്റ് വൈഡായിട്ട് കൊടുത്താൽ ഒരു ഉപകാരമായിരിക്കും. കാരണം നമ്മൾ സ്റ്റേറ്റ് കൺവെൻഷനാണ്, കൊല്ലത്ത് വെച്ച് നടത്തുന്നേ ഉള്ളൂ. ഈ 10 ലക്ഷം രൂപ നമ്മൾ ഒരു കരാറുകാരൻ കൊല്ലം ജില്ലയിൽ മരണപ്പെട്ടു പോയി. ഞങ്ങൾ 10 ലക്ഷം രൂപ കൊടുക്കുന്നു. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഒരു കോൺട്രാക്ട് വെൽഫെയർ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കരാറുകാർക്ക് ഇന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ക്ഷേമനിധിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ സംഘടന അത്തരത്തിലൊരു കാര്യം ആലോചിക്കുകയും അതിൽ മെമ്പർമാരായി ചേരുന്നവർക്ക് ഒരാൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കും. അതിലുള്ള മെമ്പർമാർ ഒരാൾ മരണപ്പെടുമ്പോൾ 1000 രൂപ വെച്ച് അതിലേക്ക് അടയ്ക്കും. അതാണ് 10 ലക്ഷം രൂപ. ഇതിപ്പോൾ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് ജയപാലൻ മരണപ്പെട്ടത്. ജനുവരി 6-ന് ഈ കൊല്ലത്തെ കൺവെൻഷനിൽ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ആ ധനസഹായം 10 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നത് ചെയ്തു കൊടുക്കും. സ്കീം തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. നമുക്ക് ഇതുവരെ 10 കരാറുകാർ മരണപ്പെട്ടു പോയി. ഇവർക്കെല്ലാം ഈ പൈസ നമ്മൾ ചെക്ക് എല്ലാ ജില്ലയിലും ഇവിടെ കൊല്ലത്ത് തന്നെ നേരത്തെ പരവൂര് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ആൾ മരണപ്പെട്ടു പോയി, പുള്ളിക്ക് കൊടുത്തു. 1 വർഷമായി. ഗവൺമെൻറ് നമ്മൾ ഉണ്ടാക്കിയൊരു സ്കീമാണ്. 10 ലക്ഷം രൂപ കൊടുക്കും. കാരണം മരണപ്പെടുമ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ കരാറുകാരുടെ കുടുംബം വലിയ ദയനീയാവസ്ഥയാണ്. അവരുടെ ആ നിലവിലുള്ള 5-10 സെൻറ്റ് വീടും ഇതുമെല്ലാം ഏതെങ്കിലും ബാങ്കിൽ ജപ്തി നടപടിയിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ഈ ജയപാലിൻ്റെ വീട് കല്യാണം കഴിച്ചിട്ടില്ല, മക്കളൊന്നുമില്ല, അമ്മയും 2 ചേടാർമാരാണ് ഉള്ളത്. ആ വീട്ടിൽ നമ്മൾ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് അറിയുന്നത്
ഇച്ചിരിയുള്ള ആ വസ്തുവും വീടും കടയ്ക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൽ പലിശ ഉൾപ്പെടെ 8 ലക്ഷം രൂപയ്ക്ക് ജപ്തി നടപടിയായിരിക്കുകയാണ്. അടയ്ക്കാൻ മാർഗമില്ല, 3-4 ലക്ഷം രൂപ എടുത്തതാണ്. ഇപ്പോൾ 8 ലക്ഷം രൂപയോളം അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ജപ്തി നടപടിയിൽ അവർ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ച ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു കരാറുകാരനെ സഹായിക്കാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ് നമ്മൾ കാണുന്നത്. അത് നാളെ മറ്റന്നാൾ ജനുവരി 6 ആ ചെക്ക് കൂടി നമ്മൾ അവിടെ വെച്ച് ഈ മന്ത്രി ഏൽപ്പിക്കുന്നുണ്ട്.